ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നവരാത്രി വ്രതം എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ചൗവരി കൊണ്ടുള്ള 4 വിഭവങ്ങളാണ്. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. അപ്പൊ വീഡിയോ കാണാം. സാബുദാന വട, 1/2 കപ്പ് ചൗവരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇത് നല്ലോണം പൊങ്ങി വരുന്നതാണ്, അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിക്കണം. ചൗവരി 4 മണിക്കൂറിന് ശേഷം വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ചേർക്കാം. കാൽ കപ്പ് വറുത്ത നിലക്കടല മിക്സിയിൽ തരിതരിപ്പായി പൊടിച്ചെടുത്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 2 പച്ചമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില മുറിച്ചത്, കുറച്ച് മല്ലിയില മുറിച്ചത്, ഇതെല്ലാം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ ചെറിയ ജീരകമോ പെരുംജീരകമോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് മുഴുവനായി ചേർക്കാം. 1 പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഇനി എല്ലാം കൂടി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പം നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈക്ക് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഉരുളയാക്കി കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യാം. ഈ പാകത്തിന് പ്രസ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒന്ന് സൈഡെല്ലാം ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിനി ഇങ്ങനെ എടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആവുമ്പോൾ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം 2 സൈഡും പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കണം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. സാബുദാന വട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ചൗവരി പായസം, ഇത് 1/2 കപ്പ് ചൗവരി 1-2 വട്ടം കഴുകിയതിന് ശേഷം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വെച്ച് വെള്ളം ഊറ്റിയെടുത്തതാണ്. ഇനി അടുപ്പത്ത് ഒരു പാനിൽ 2 കപ്പ് പാലൊഴിച്ച് തീ കത്തിച്ച് തിളപ്പിക്കാം. ഇത് 2 കപ്പ് പാല് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ്. ഇത് തിളക്കുന്നവരെ ഇങ്ങനെ മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെള്ളം ഊറ്റി വെച്ച ചൗവരി ചേർക്കാം. ഇത് വീണ്ടും ഇളക്കി തിളപ്പിക്കാം. ഇത് തിളക്കാൻ തുടങ്ങിയതിന് ശേഷവും ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പം ബ്രൗൺ കളറുള്ള ഷുഗറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിലെ ഷുഗർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് ഇളക്കാം. ഇത് നിർബന്ധമില്ല, അത് ചേർത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. 1 നുള്ളി ഉപ്പും കൂടെ ചേർക്കാം. ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി പായസത്തിലേക്ക് വറുത്തിടാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം.
നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് രണ്ടായി പിളർന്നിട്ട് ഇളക്കി ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയിട്ട് ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പായസത്തിലേക്ക് ചേർക്കാം. നെയ്യോടുകൂടി ചേർക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സർവിംഗ് ബൗളിലേക്ക് കോരി മാറ്റാം. നല്ലില്ലേ, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മേലെ കുറച്ച് കുങ്കുമപ്പൂ വിതറി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി പായസം റെഡിയാണ്. സാബുദാന താലിപീട്ട്. 1/2 കപ്പ് ചവ്വരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 4-5 മണിക്കൂർ കുതിർത്ത് വെക്കാം. ചവ്വരി കുതിർത്ത് വെച്ചത് 4 മണിക്കൂറിന് ശേഷം വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ലോണം ഉടച്ചെടുത്താണ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടല വറുത്ത് പൊടിച്ച് ചേർക്കാം. രണ്ട് പച്ചമുളക് മുറിച്ച് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ച് ചേർക്കാം. കുറച്ച് മല്ലിയില മുറിച്ച് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. നല്ലോണം ഇങ്ങനെ ഞെരടിയ ഭാഗത്തിന് കുഴച്ചെടുക്കാം. ഇപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പരത്തി ചുട്ടെടുക്കണം. പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ച കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഉരുളിയാക്കി പരത്താം. കൈക്ക് ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ ഒന്നിക്കിൽ കൈക്ക് എണ്ണ തടവ, അല്ലെങ്കിൽ വെള്ളം നനച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കൈ വെള്ളത്തിൽ മുക്കി പരത്തുന്നു. ഇപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. ചുട്ടെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി ഈ താലിപ്പീട്ടിന് വേണ്ടി പരത്തി വെച്ചത് ഇങ്ങനെ എടുത്ത് നല്ല കണക്കാം. ഇത് ഉള്ളു പോകാൻ വേണ്ടി കുറച്ച് സമയം അടച്ചു വെക്കാം. തീ കുറച്ച് അടച്ചു വെക്കാം. ഇപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിടാം. ഇതിന്റെ മേലെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി തിരിച്ചിടാം. വീണ്ടും കുറച്ച് സമയം അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ മറ്റേ സൈഡും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ള കൂട്ടും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. സാബുദാന താലിപീട്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. സാബുദാന കിച്ചടി. ഇത് 1/2 കപ്പ് ചവ്വരിയാണ്. 2-3 വട്ടം കഴുകിയതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. ചവ്വരി ഞാനിപ്പോ 2-3 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 4-5 മണിക്കൂർ കുതിർത്ത് വെക്കാം.
അരക്കപ്പ് ചവ്വരി അരക്കപ്പ് വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് 4.5 മണിക്കൂറിന് ശേഷം കഴുകി അതിൻ്റെ വെള്ളം ഒരരിപ്പയിലൂടെ ഊറ്റിക്കളഞ്ഞ് പിന്നെയും അരമണിക്കൂർ മാറ്റി വെച്ചതാണിത്. ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഫ്രൈ ചെയ്യാം. ജീരകം ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് ഇത് വലിപ്പം കുറഞ്ഞ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ച് കഴുകിയെടുത്തതാണ്. ഇത് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്യാം. ഇത് ഒരു 4-5 മിനിറ്റ് തീ കുറച്ച് ഇളക്കി ഫ്രൈ ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഫ്രൈ ആയി ലൈറ്റ് ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഇത് 1/4 കപ്പ് നിലക്കടല വറുത്ത് തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് തെരുതെരുപ്പായി പൊടിച്ചെടുത്താണ്. ഓരോന്ന് മുഴുവനായിട്ട് തന്നെ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇത് ഇതിലേക്കിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച് വെള്ളം ഊറ്റിയെടുത്ത ചവ്വരി ചേർക്കാം. ഇത് തീ കുറച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വഴറ്റാം. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് വീണ്ടും എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് ഇളക്കാം. ഈ ചവ്വരി ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാം കൂടെ ഒരു 4-5 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. തീ കുറച്ച് വെച്ച് ചെയ്യണം. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ലില്ലേ? ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് മലയാളികൾക്ക്. ഇത് കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ നവരാത്രിക്ക് ഉണ്ടാക്കുന്ന ഡിഷാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന കിച്ചടി റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.